ഹായ് ഫ്രണ്ട്സ്, നിറയെ ആളുകൾക്കും ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ് ഷോൾഡർ ഇറങ്ങിപ്പോവുക എന്നുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്? ഷോൾഡറിന്റെ മെഷർമെന്റ് നമ്മൾ കറക്റ്റായി എടുക്കാത്തത് കൊണ്ടാണ്. ഷോൾഡർ മെഷർമെന്റിലുള്ള ഏറ്റക്കുറച്ചിലുകൾ മനസ്സിലാക്കിയാൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ ഒരു മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് മെഷർമെന്റ്. 14 ഇഞ്ച് ലെങ്ത് ഉണ്ട്, 15 ഇഞ്ച് ഷോൾഡർ, അപ്പർ ചെസ്റ്റ് 35, ഫുൾ ബസ്റ്റ് 36, ആംമോൾ 15, വേസ്റ്റ് 30. അപ്പോൾ നമുക്ക് ഇത് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബാക്കിലാണ് നോക്കുന്നത്. ബാക്കിൽ ഓപ്പൺ വേണ്ടവർ സീം അലൗൺസ് ഒരു 4 ഇഞ്ച് ഇടുക, ഉപ്പട്ടിക്കായി. അത് ഫ്രണ്ടിലാണ് വേണ്ടെങ്കിൽ ഫ്രണ്ടിലിടുക. അതിനുശേഷം ഷോൾഡർ നോക്കാം. ഷോൾഡർ 15 ഇഞ്ചാണ്. 15 ഇഞ്ചിന്റെ പകുതി 7 ഇഞ്ച്. നിറയെ ആളുകൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഷോൾഡർ 36 ഇഞ്ച് ചെസ്റ്റ് ആണെങ്കിൽ 5.5 ഇഞ്ച് ഷോൾഡർ അത് ഫിക്സ് ചെയ്തെടുക്കും. ഇങ്ങനെ വരുമ്പോൾ നിറയെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് 15 ഇഞ്ച് ഷോൾഡർ ആവും ഉണ്ടാവുക 36-ൽ, ചില ആളുകൾക്ക് 36 ബസ്റ്റിൽ 14 ഇഞ്ച് ഷോൾഡർ ആയിരിക്കും, ചില ആളുകൾക്ക് 14.5 ആയിരിക്കും, ചില ആളുകൾക്ക് 16 ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിട്ട് ഷോൾഡറിന്റെ വിട്ട് വ്യത്യാസമുണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഫിക്സ് ആയി ഒരു 5.5 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് 6 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. 5.5 ഇഞ്ച് എടുത്തു, ഷോൾഡർ കൂടുതൽ ആളുകളാണെങ്കിൽ ഒന്നുകിൽ ഷോൾഡർ ടൈറ്റ് ആവും, കുറവുള്ള ആളുകളാണെങ്കിൽ ഷോൾഡർ ഇറങ്ങും. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ, ഷോൾഡർ കട്ട് ചെയ്യുന്നത് എപ്പോഴും നെക്ക് ഡെപ്ത് എത്രയാണെന്ന് നോക്കിയാണ്. നെക്ക് ഡെപ്തിന് അക്രോഡ് ചെയ്തുകൊണ്ടാണ് ഷോൾഡർ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 8 ഇഞ്ച് നെക്ക് ഡെപ്ത് എടുക്കാം. അപ്പോൾ 8 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് ഷോൾഡറിൽ മാർജിൻ 8.5 ഇഞ്ച്. 8.5 ഇഞ്ച് നെക്കിനായി ഇടപെടുത്തണം. 8 ഇഞ്ച് നെക്ക് ഡെപ്ത് വരുന്ന ഒരാൾക്ക് നമ്മൾ 15 ഇഞ്ച് ഷോൾഡർ 7 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് നെക്ക് ഡെപ്ത് വരുന്ന ഒരാൾക്ക് നെക്കിൽ നിന്നും 1.5 ഇഞ്ച് മൈനസ് ആവുന്നതാണ്. അപ്പോൾ 1.5 ഇഞ്ച് മൈനസ് ചെയ്യാം. ഷോൾഡർ എത്ര വന്നു? 6 ഇഞ്ച് വന്നു. ഇത് നമ്മൾ 5 ഇഞ്ച് ഫിക്സ് ചെയ്തെടുത്താൽ അവർക്ക് ഷോൾഡർ ടൈറ്റ് ആവും. നമുക്ക് സ്ട്രേറ്റ് പറഞ്ഞു നോക്കാം. ഇനി അടുത്തത്, ഇതിപ്പോ 8 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 9 ഇഞ്ച് ഡെപ്ത് വരുന്ന ആളുകളാണെങ്കിലോ, അപ്പൊ 9 പ്ലസ് 9.5 ഇഞ്ചിലെടുത്തു. 9.5 ഇഞ്ച് 9 ഇഞ്ച് എടുക്കുമ്പോൾ ഫുൾ ഷോൾഡറിൽ നിന്നും 1.25 ഇഞ്ച് മൈനസ് ആവും. അടുത്തതായി 10 ഇഞ്ച് ഷോൾഡർ എടുക്കാം. 10 ഇഞ്ച് നെക്ക് ഡെപ്ത്. 10 ഇഞ്ച് നെക്ക് ഡെപ്ത് വരുമ്പോൾ വീണ്ടും 1/4 ഇഞ്ച് മൈനസ് ആവും. 11 ഇഞ്ചിന്റെ നെക്ക് ഡെപ്ത് ആണെങ്കിൽ വീണ്ടും 1/4 ഇഞ്ച് മൈനസ് ആവും. 12 ഇഞ്ച് വരുമ്പോൾ വീണ്ടും 1/4 ഇഞ്ച് മൈനസ് ആവും. അപ്പോൾ ഓരോ ഇഞ്ച് നെക്ക് ഡെപ്ത് ഇറങ്ങുന്നതിനനുസരിച്ച് ഷോൾഡറിന് 1/4 ഇഞ്ച് മൈനസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 12 ഇഞ്ച് ഡെപ്തുള്ള ഒരാൾക്ക് ഷോൾഡർ 5 ഇഞ്ചാണ് വന്നത്. നമ്മൾ 5.5 ഇഞ്ച് എടുത്താൽ 1/2 ഇഞ്ച് കുറവാകും. അപ്പോൾ ഷോൾഡർ വിഡ്ത്ത് എപ്പോഴും നെക്ക് ഡെപ്ത് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. അടുത്ത ആളുകൾ വേറെ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഷോൾഡർ വിഡ്ത്ത് ഓരോരുത്തർക്കും അവരുടെ താല്പര്യമാണ്. ചില ആളുകൾക്ക് തയ്ച്ചതിന് ശേഷം 2 ഇഞ്ച് വിഡ്ത്താണ് ആവശ്യപ്പെടുക, ചില ആൾക്കാർ 1.5 ഇഞ്ച് വിഡ്ത്ത് മതി, ചില ആൾക്കാർ 2.25 ഇഞ്ച് മതി. അപ്പോൾ ഷോൾഡർ മാർക്ക് ചെയ്തതിനു ശേഷം ഷോൾഡർ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യേണ്ടതാണ്. അല്ലാതെ നെക്ക് വിഡ്ത്ത് എത്രയാണോ നോക്കി, അധികം ആളുകൾക്ക് നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഷോൾഡർ അടയാളപ്പെടുത്തും. അപ്പോൾ ഷോൾഡർ വിഡ്ത്ത് കൂടും. നെക്ക് വിഡ്ത്ത് നമ്മൾ എടുക്കേണ്ടത് കോളർ ടൈപ്പ് പാറ്റേൺ എടുക്കുമ്പോഴാണ്.
അവിടെ മാത്രമേ നെക്ക് വിഡ്ത്ത് അപ്ലൈ ആവുന്നുള്ളൂ. അല്ലാത്തടത്ത് ഷോൾഡർ വിഡ്ത്ത് എത്രയാണ് ആവശ്യം അത്ര എടുക്കേണ്ടതാണ്. അതിന്റെ കൂടെ മാർജിൻ ചേർത്തെടുക്കും. ഒരാൾക്ക് എത്രയാണോ റെഡി ഷോൾഡർ വേണ്ടത് അത് പ്ലസ് മാർജിൻ. ഇവിടെ ഒരു 1 ഇഞ്ച് മാർജിൻ പോവും, ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർജിൻ പോവും. ഇത്രയും ആഡ് ചെയ്തെടുക്കേണ്ടതാണ്. അല്ലാതെ ഇപ്പൊ നമ്മളിവിടെ നെക്ക് വിഡ്ത്ത് എടുത്തു. നെക്ക് വിഡ്ത്ത് എടുത്തതിന് ശേഷം ഷോൾഡർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ഇപ്പോൾ 12 ഇഞ്ചിലുള്ള ഒരാൾക്ക് 1 ഇഞ്ച് സൈഡിലേക്ക് ഇറങ്ങുന്നതാണ്. 1 ഇഞ്ച് സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഈ നെക്ക് വിഡ്ത്ത് അവിടെ പോയി നിൽക്കും, 1 ഇഞ്ച് ഇവിടെ കയറി നിന്ന് നിൽക്കും. അപ്പോൾ ആ നെക്ക് വിഡ്ത്ത് എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഷോൾഡർ വിഡ്ത്ത് കറക്റ്റ് ചെയ്ത ശേഷം അതിൽ നിന്ന് എത്രയാണോ ഷോൾഡർ വേണ്ടത് അത്രയും മാർക്ക് ചെയ്യേണ്ടതാണ്. അടുത്തായി അപ്പർ ചെസ്റ്റ് നോക്കാം. അപ്പർ ചെസ്റ്റിനായി ഫുൾ ലെങ്ത്തിൽ നിന്ന് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യും. ഇതൊരു കറക്റ്റ് മാർക്കിംഗ് ഒന്നുമല്ല, ഇതൊരു അപ്രോക്സ് മാർക്കിംഗ് ആണ്. ഓപ്പൺ നെക്കിലാണെങ്കിൽ 5 ഇഞ്ച് എടുത്താൽ അപ്രോക്സിമേറ്റ് കറക്റ്റ് വരുന്നതാണ്. അതേസമയം ഹൈനെക്ക് ആണെങ്കിലോ 7 ഇഞ്ച് എടുക്കേണ്ടി വരും. ബോട്ട്നെക്ക് ആണെങ്കിൽ 6 ഇഞ്ച് എടുക്കേണ്ടി വരും. ബോട്ട്നെക്ക് ചെസ്റ്റ് ലൈൻ ഏകദേശം 6 ഇഞ്ചിലാണ് വരിക. ഹൈനെക്ക് ആണെങ്കിൽ 7-7.5 ഇഞ്ചിലാണ് വരിക. ഇനി അപ്പർ ചെസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പ് 8 ഇഞ്ച് ഡെപ്ത് വരുമ്പോൾ അപ്പർ ചെസ്റ്റ് നമുക്കിവിടെ 35 ആണ്. 35ന്റെ 4 ഭാഗം 8.75. 8.75 പ്ലസ് 1/2 ഇഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കുക. ഇനി 7 ഇഞ്ച് വരുമ്പോഴോ 3/4 ഇഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കുക. ഫുൾ അപ്പർ ചെസ്റ്റ് പ്ലസ് 3/4 ഇഞ്ച്. അപ്പോൾ ഇവിടെ നിന്ന് 4 ഇഞ്ച് കൂടുന്നതാണ്. ഇനി 6 ഇഞ്ച് വരുമ്പോഴോ ഇനിയും 4 ഇഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ 8 ഇഞ്ചിന്റെ അടുത്ത്. 9 ഇഞ്ച് വരുമ്പോഴോ 9 ഇഞ്ച്. ഇതിപ്പോൾ 8 ഇഞ്ചിന്റെ അടുത്ത്. 9 ഇഞ്ച് വരുമ്പോൾ 4 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണം. 10 ഇഞ്ച് വരുമ്പോഴോ വീണ്ടും 4 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 10 ഇഞ്ച് വരുമ്പോഴോ എവിടെ കിട്ടും? അപ്പർ ചെസ്റ്റ് എത്രയാണോ അത്രയും. 35ന്റെ 4 രൂപ 8.75 ഇപ്പോൾ 10 ഇഞ്ചാണ് നെക്ക് ഡെപ്തെങ്കിൽ 8.75 അതേപോലെ തന്നെ എടുക്കാം. അതിലൊന്നും പ്ലസ് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല. 11 ഇഞ്ച് വരുമ്പോൾ അപ്പർ ചെസ്റ്റിൽ നിന്നും 4 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണം. 12 ഇഞ്ച് വരുമ്പോൾ ഇനിയും 4 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണം. 12 ഇഞ്ചിൽ കൂടുതൽ നമ്മൾ നെക്ക് ഇറക്കാറില്ല. മാക്സിമം നെക്ക് 12 ഇഞ്ച് വരെയൊക്കെയാണ് ഇറക്കാറുള്ളത്. അപ്പോൾ 12 ഇഞ്ച് വരുമ്പോൾ അപ്പർ ചെസ്റ്റ് ഫുൾ അപ്പർ ചെസ്റ്റിന്റെ 4 ഭാഗം അതിൽ നിന്നും 1/2 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് അപ്പർ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു സൈസിൽ എങ്ങനെയാണ് ആമോൾ മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചിന്റെ 2 ഭാഗം 7.5 ഇഞ്ച്. നമ്മൾ 8 ഇഞ്ച് നെക്ക് ഡെപ്താണ്. 8 ഇഞ്ച് നെക്ക് ഡെപ്ത് വരുമ്പോൾ 7 നിന്നും 1.5 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്ത് കൊടുത്തു. 1.5 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുത്തതിൽ നിന്നും നമ്മൾ 3/4 ഇഞ്ച് ക്രോസ് ചെയ്ത് ഒരു വര വരച്ചു. അതിനുശേഷം ഷോൾഡർ എത്രയാണ് വേണ്ടത്? ഷോൾഡർ ഞാനവിടെ 3.25 ഇഞ്ച് വെക്കുന്നുണ്ട്. 3.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നെക്കിനായി അല്പം ക്രോസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ എപ്പോഴും ഒരു 1/4 ഇഞ്ച് ഡൗൺ ചെയ്ത് കൊടുക്കണം. നിറയെ ആളുകളും ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന ഇതിൽ ഓപ്പോസിറ്റ് ഡൗൺ ചെയ്ത് കൊടുക്കും. അതിന്റെ ആവശ്യമേ ഇല്ല. ഷോൾഡർ എപ്പോഴും ആ മുകളിലേക്കാണ് ഡൗൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഷോൾഡർ മെഷർമെന്റ് കറക്റ്റ് ആണെങ്കിൽ ഷോൾഡർ ഒരിക്കലും ഇറങ്ങിപ്പോകുന്നതല്ല. അതിനുശേഷം ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്? ഇതിന്റെ അപ്പർ ചെസ്റ്റ് 8.75 പ്ലസ് നമ്മൾ 8 ഇഞ്ചിൽ 1/2 ഇഞ്ച് നമ്മൾ പ്ലസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അപ്പർ ചെസ്റ്റിന്റെ ലൈൻ. അപ്പോൾ ഇത് ഏകദേശം ഇതിന്റെ സെന്റർ ഇവിടെ നിന്നും ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഈ മാർക്കിൽ നിന്ന് ഉള്ളിൽ അതുവരേക്കുമാണ് ഈ ഒരു കർവ് വരേണ്ടത്. ലൈറ്റായി നമ്മൾ ഒരുപാട് ഡെപ്തിൽ കുഴിച്ച് ഇവിടെ കൊണ്ടുപോയി ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇവിടെ നിന്നും 1.5 ഇഞ്ച് മാർജിൻ ആഡ് ചെയ്യുക. നമ്മളെ ലെങ്ത് 14 ഇഞ്ചാണ്. 14 പ്ലസ് 1 ഇഞ്ച് 15 ഇഞ്ച് 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് ഷോൾഡറിൽ മാർജിൻ പോകും, 1/2 ഇഞ്ച് വേസ്റ്റിൽ മാർജിൻ പോകും. അതാണ് 1 ഇഞ്ച് പ്ലസ് ചെയ്യുന്നത്. ഇനി വേസ്റ്റ് എത്രയാണ്? 30 ഇഞ്ചാണ്. 7.5 ഇഞ്ച് വരും. 400 ഭാഗം പ്ലസ് 1.25 ഇഞ്ച്
ഡാട്ട് മാർക്ക് ചെയ്യുക. ചെറിയ സൈസ് ആണെങ്കിൽ 1 ഇഞ്ച് ഡാട്ട് എടുത്താലും മതി. അതിനുശേഷം ഈ ലൈൻ യോജിപ്പിച്ചു കൊടുക്കുക. 1.5 ഇഞ്ച് മാർജിൻ ഇട്ട് കൊടുക്കുക. ഡാട്ട് മാർക്കിങ്ങിനായി ഇതിൻ്റെ പകുതി 10.25 ഉണ്ട്. 5 ഒരു പോയിന്റ് എടുക്കുക. ചില ആളുകൾ ഇതിൻ്റെ പകുതി എടുക്കുന്നതാണ്, അതാണ് കുഴപ്പമില്ല, അങ്ങനെ എടുക്കാം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് എടുക്കാറുള്ളത്. 10.25 ഇതിൻ്റെ പകുതി 5 എടുക്കും ഒരു പോയിന്റ്. അവിടെ നിന്നും 4 ഇഞ്ച് അല്ലെങ്കിൽ 4.5 ഇഞ്ച് മേലെ മാർക്ക് ചെയ്ത് 1.25 ഡാട്ട് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഒരു പോയിന്റ് 2 ഭാഗത്തുമായി മാർക്ക് ചെയ്താൽ ഡാട്ട് മാർക്കിംഗ്. ഇതാണ് ഈ ഷോൾഡറിന്റെ മെഷർമെന്റ്. ഇപ്പോൾ ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് 8, 9, 10 ബാക്കിൽ 10 ഇഞ്ച് വരുമ്പോൾ ഷോൾഡറിൽ 2 ഇഞ്ച് മൈനസ് ആണ്. ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. 10 ഇഞ്ച് വരുമ്പോൾ അപ്പർ ചെസ്റ്റ് എത്രയാണുള്ളത് അത് ഫിക്സ് എടുക്കുക. 8.25 ആണെങ്കിൽ 8.25 ഫിക്സ് എടുക്കുക. ഇവിടെ ഒരു മാർജിൻ ആഡ് ചെയ്യേണ്ടതില്ല. ഈ ഒരു ഫോർമുല ഓർത്താൽ മാത്രം മതി. 10 ഇഞ്ച് നെക്ക് ഡെപ്ത് വരുമ്പോൾ ഷോൾഡറിൽ 2 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പർ ചെസ്റ്റ് ഫിക്സ് വെക്കുക. അതിനുശേഷം ഓരോ ഇഞ്ച് ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് 1/4 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓരോ ഇഞ്ച് പ്ലസ് ചെയ്യുന്നതനുസരിച്ച് 1/4 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കുക. ഓരോ ഇഞ്ച് മേലെ പോകുന്നതനുസരിച്ച് 1/4 ഇഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കുക. ഷോൾഡറിലാണെങ്കിലും ആ മുകളിലാണെങ്കിലും. ഇത്രയും ഓർത്താൽ മതി. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ് എങ്കിൽ നമ്മൾ 10 ഇഞ്ചിന്റെ മെഷർമെന്റ് എവിടെയാണുള്ളത് അത് എടുക്കുക. 7 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക്. 7 ഇഞ്ചാണെങ്കിൽ ഷോൾഡർ സെയിം 2 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പർ ചെസ്റ്റ് ഫിക്സ് വെക്കുക. അതിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഓരോരോ ഇഞ്ച് മൈനസ് ചെയ്യുക. ഓരോരോ ഇഞ്ച് മേലോട്ട് പോകുമ്പോൾ ഓരോരോ 1/4 ഇഞ്ച് പ്ലസ് ചെയ്യുക. ഓരോരോ ഇഞ്ച് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ 1/4 ഇഞ്ച് മൈനസ് ചെയ്യുക. ഇത്രയും ഓർത്താൽ മതി. ഫ്രണ്ട് 7 ഇഞ്ചാണെങ്കിൽ ബാക്കിന്റെ 10 ഇഞ്ചിന്റെ മെഷർമെന്റ് ആണ് വരിക. 7 ഇഞ്ചാണെങ്കിൽ ഷോൾഡറിൽ 2 ഇഞ്ച് മൈനസ് ആകും. അപ്പർ ചെസ്റ്റ് ഫിക്സ് വയ്ക്കും. ബാക്ക് 10 ഇഞ്ചാണെങ്കിൽ ഷോൾഡറിൽ 2 ഇഞ്ച് മൈനസ് ആകും. അപ്പർ ചെസ്റ്റ് ഫിക്സ് ആകും. ഇത്രയും ഓർത്താൽ മതി. അതിൽ നിന്നും ഓരോ ഇഞ്ച് പ്ലസ് വരുമ്പോൾ 1/4 ഇഞ്ച് പ്ലസ് ചെയ്തു. അപ്പർ ചെസ്റ്റ് ഓരോരോ ഇഞ്ച് ലെങ്ത്തിൽ നെക്ക് ഡെപ്തിൽ പ്ലസ് വരുമ്പോൾ അപ്പർ ചെസ്റ്റ് 1/4 ഇഞ്ച് മൈനസ് ചെയ്യും. ഷോൾഡർ 1/4 ഇഞ്ച് മൈനസ് ചെയ്യും. നെക്ക് ഡെപ്ത് ഓരോരോ ഇഞ്ച് കുറഞ്ഞു വരുമ്പോൾ 1/4 ഇഞ്ച് ഷോൾഡറിൽ പ്ലസ് ആകും. അപ്പർ ചെസ്റ്റിലും 1/4 ഇഞ്ച് പ്ലസ് ആകും. ഇത്രയും ഓർത്താൽ മതി. നമ്മളുടെ ഫ്രണ്ട് ഏകദേശം നമ്മൾ ഒരു 5-5.5 ഇഞ്ച് വരേക്കാണ് ഫ്രണ്ട് നെക്ക് സ്റ്റാർട്ടാകുക. അതിൽ നിന്നും ഒരു 8 ഇഞ്ച് വരെ. അപ്പോൾ 7 ഇഞ്ചിന് 10 ഇഞ്ചിന്റെ ബാക്കിന്റെ 10 ഇഞ്ചിന്റെ മെഷർമെന്റ് എടുക്കുക. 6 ഇഞ്ചിന് 9 ഇഞ്ചിന്റെ മെഷർമെന്റ് എടുക്കുക. 5-5.5ക്ക് 8 ഇഞ്ചിന്റെ മെഷർമെന്റ് എടുക്കുക. അതിന് മേലെ പോകുന്നെല്ലാം ബോട്ട് നെക്ക് അല്ലെങ്കിൽ പാക്ക് നെക്ക് ആയിരിക്കും. ഇപ്പോൾ കോളറാണെങ്കിൽ, ഇനി കോളറാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ 7.5 ഇഞ്ച് ഷോൾഡർ ആണെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കണം. കോളർ നെക്കാണെങ്കിൽ. ഇനി 2 ഇഞ്ച് ഇറങ്ങുന്ന നെക്കാണെങ്കിലോ 1/4 ഇഞ്ച് പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്ക് ഡെപ്ത് വരുമ്പോൾ ഡീപ്പ് നെക്കിൽ ഇങ്ങനെയാണ് ഷോൾഡർ എടുക്കേണ്ടത്. അതിന്റെ ഒരു ചാർട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ ചാർട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഈ 10 ഇഞ്ചിന്റെ മെഷർമെന്റാണ്. ബാക്ക് നെക്ക് ഡെപ്ത് 10 ഇഞ്ച് വരുമ്പോൾ ഷോൾഡറിൽ നിന്നും 2 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പർ ചെസ്റ്റിൽ നിന്നും എത്രയാണുള്ളത് 4 ഭാഗം അത് വയ്ക്കുക. അതേ മെഷർമെന്റാണ് ഫ്രണ്ട് 7 ഇഞ്ച് ഡെപ്ത് വരുമ്പോൾ ഇതേ മെഷർമെന്റാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി ബാക്കി സൈസിനനുസരിച്ച് ഓരോ സൈസ് കൂടുമ്പോൾ 1/4 ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കുക. ഓരോ സൈസ് കുറയുമ്പോൾ 1/4 ഇഞ്ച് കുറച്ച് കൊടുക്കുക. ഇത് ഡീപ്പ് നെക്കിന്. ഇനി കോളർ നെക്കിനാണെങ്കിലോ, കോളർ നെക്കിൽ വരുമ്പോൾ ഈ ഒരു മെഷർമെന്റ് ആണ്. കോളർ ഉള്ളതാണെങ്കിൽ ഷോൾഡറിൽ 1/2 ഇഞ്ച് പ്ലസ് ചെയ്യുക. അപ്പർ ചെസ്റ്റിൽ 1 ഇഞ്ച് പ്ലസ് ചെയ്യുക. 2 ഇഞ്ച് ഡെപ്താണ് വരുന്നെങ്കിൽ ഷോൾഡറിൽ 1/4 ഇഞ്ച് പ്ലസ് ചെയ്യുക. അപ്പർ ചെസ്റ്റിൽ 1 ഇഞ്ച് പ്ലസ് ചെയ്യുക. ഇതുവരേക്കും 6 ഇഞ്ച് ഡെപ്ത് വരേക്കും അപ്പർ ചെസ്റ്റിൽ 1 ഇഞ്ച് പ്ലസ് ചെയ്യുക. അതേമാതിരി ഇവിടെ 1/4 ഇഞ്ച്, 5 ഇഞ്ചിൽ 1/2 ഇഞ്ച്
മുക്കാലിഞ്ചിൽ 6 ഇഞ്ചിൽ 3/4 ഇഞ്ച് 7 ഇഞ്ചിൽ 5 ഈ ഒരു ഇത് നോക്കേണ്ടതാണ്. നമ്മൾ 3 ഇഞ്ചിലിരുന്ന് 4-5 ഇഞ്ച് വരെയും ബോട്ട് നെക്ക് 4 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ബോട്ട് നെക്കിൽ വരും. ഇവിടെ നിന്നാണ് ഡീപ്പ് നെക്കിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്താൽ മതിയാകും. നിങ്ങളുടെ ഷോൾഡർ ഇറങ്ങുന്ന പ്രശ്നം ഇതോടുകൂടി സോൾവ് ആകുന്നതായിരിക്കും. താങ്ക് യു.